നമസ്തേ യൂട്യൂബ്, ഇറ്റ്സ് യുവർ ബോയ് JK ഹിയർ. സോ ഇന്ന് തിരുവോണ ദിവസമായിട്ട് രാവിലെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഉണ്ടാക്കണുള്ളൂ, സാധനങ്ങളൊക്കെ ഉണ്ടാക്കണുള്ളൂ. തകൃതിയായിട്ട് കാര്യങ്ങളൊക്കെ നടക്കണം. ഡാഡി പോയിട്ട് പായസമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് വീട് ബിനാലെ പോലെ അലങ്കരിച്ചേക്കുക. ഞാൻ കാണിച്ചു തരാം, കയറി ചെല്ലുമ്പോൾ ഉള്ള അവസ്ഥ എന്നാന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഞാൻ കയറി ചെല്ലുമ്പോഴത്തേക്കുള്ള അവസ്ഥ. സോ ക്രിയേറ്റീവ്. അപ്പോൾ ഫ്രണ്ട് അടുത്ത് വിളിച്ചിട്ടുണ്ട്, അവൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ ബാക്കി ഇന്ന് ഓണത്തെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. സോ സ്റ്റേ ട്യൂൺഡ്. അങ്ങനെ എടപ്പാ. സോ അങ്ങനെ ഇരിക്കുമ്പോൾ വന്ന വഴിക്ക് ഒരു കൂട്ടുകാരൻ ചേട്ടനെ കണ്ട് പുള്ളിയുടെ അടുത്ത് കുറച്ച് സൊറയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പോണ മഞ്ഞ വഴിക്ക് ഒരു ഗേൾഫ്രണ്ടിനെ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഗേൾഫ്രണ്ടിൽ നിന്ന് രാവിലെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കടയുടെ ഉമ്മറത്ത് തന്നെ ഇരിക്കുക. അപ്പോൾ വലിയ മൈൻഡൊന്നും ചെയ്തു നോക്കില്ല. അങ്ങനെയൊക്കെ വലിയ കാര്യമായിട്ട് എവിടെ പൂക്കളോ വളരെ കുറച്ച് വീടുകളിലാണ് പൂക്കളം കണ്ടോളൂ. ഓണക്കന്യം നിന്ന് പോകാൻ തോന്നുന്നു. അങ്ങനെയൊക്കെ റോഡിലൊന്നും വണ്ടികളൊക്കെ വളരെ കുറവാണ്. പൊതുവെ ഇവിടെ വണ്ടികൾ കുറവാണ്, എന്നാൽ ഇന്നും കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഊർണ്ണ റോഡ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിന്ന് എൻഫീൽഡ് എടുത്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ പുളിക്കാലി ജംഗ്ഷനിട്ട് പോകണ വഴിക്കാം. ഇതാ നേരെ കാണുന്നതാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഇത്. ഐ മീൻ ഈ വെള്ളച്ചാട്ടമുള്ള കാര്യങ്ങളാണ്. ആരും ഇത് അനുകരിക്കാൻ വേണ്ടിയിട്ടല്ല. ബേസിക്കലി പുറകെ ഇതിനകത്ത് ഹോൾഡറും ഇല്ല, ബാക്കിലിരുന്ന് വീഡിയോ എടുക്കാൻ ആളും ഇല്ലാത്തതുകൊണ്ടാണ്. ശേഷം അവിടെ ചെന്നിട്ട് ചെങ്ങയുടെ വീട് ഇവിടുത്തെ ഒരു 100 മീറ്റർ മാറിയിട്ട് അവിടെ വരെ പോരായിട്ട് കള്ള് കുടിച്ചിട്ടുണ്ട്. ഹെൽമെറ്റ് വെക്കാണ്ട് പോകില്ലാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ പനിയൊക്കെ പിടിച്ചിരിക്കുക. ഇതിങ്ങനെ രാവിലെ മുണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓണായതുകൊണ്ടാണ് ഓണം. ഇല്ല, കവലടി പോയില്ല. ഇത് ഒക്കെ ചെയ്യണം. ഒരു ആയഞ്ച് യൂട്യൂബിലെ വ്ളോഗാ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയനത്തോട് കൂടി ക്ഷീണമായിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. അപ്പത്തേനും എന്താ ചങ്ങായി അടുത്തും വിളിച്ച് ഉച്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ഇന്ന് ഓണവും കൂടിയാണ്. അപ്പോൾ ഫ്രണ്ട് വന്നിട്ടുണ്ട്, ഇന്ന് ഓണവും കൂടിയാണ്. ഓണായിട്ട് നമ്മൾ അടിക്കാണ്ട് എങ്ങനെ എന്ത് മലയാളി കണ്ടോ. അപ്പം ചെറിയ വീറും പിടിക്കാനും പറഞ്ഞു അനിയനും എന്നോട് ഇല്ലാതെ. അപ്പം എന്താണേലും നീ പോയിട്ട് വരാം. ഇന്നത്തെ ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ട് ഞങ്ങളുടെ കൂട്ടുകാരുടെ അടുത്ത് ബാറിൽ നിന്ന് ഒരു ജവാൻ ലിറ്റർ നറുക്കെടുപ്പിലൂടെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇപ്പം അവൻ ഉറങ്ങുമായിരുന്നു. അപ്പം അവനെ വിളിക്കാനായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഓടിക്കൊണ്ടിരിക്കുക. നേരെ ഇരുന്നിട്ട് എന്തായെന്നുള്ളത് അമ്മച്ചേരി മുണ്ട് ഷട്ടൂന് കൊടുത്ത് പെട്ടെന്ന് കൊടുത്ത്. ഇങ്ങനെ വഴിയൊന്നുമില്ലാട്ടോ. അമ്മച്ചി ഒരു പെട്ടി ഓർഡർ ചെയ്ത് വെച്ചോ. അതല്ലേ കളഞ്ഞ് കുപ്പം കൊണ്ട് കളഞ്ഞ് ആരാമ്പ എന്നെ പറ്റി സാധനം പോയി
ആ അപ്പൊ നീ വന്നാലേ കിട്ടും. കൂപ്പണെങ്ങാനും വേണോന്ന് പറഞ്ഞായിരുന്നെങ്കിലേ. കൂപ്പൺ വേണ്ട, പേരെഴുതി കൊടുക്കുമായിരുന്നു. വീട് ഫുൾ എക്സൈറ്റ്മെന്റിലാട്ടോ. എടാ അന്നേരാണ് ഇവൻ മമ്മൂഞ്ഞ് എന്നെ അവിചാരിതമായിട്ട് വിളിക്കണതാ, നീ എന്തെന്ന് ചോദിച്ചോട്ട്. സല്ലേ ഈ സന്തോഷ നിമിഷത്തിൽ നിനക്ക് എന്നാ പറയാനുള്ളതല്ലേ? അവിടെ നിന്നും പറഞ്ഞില്ല. ആ അങ്ങനെ അവനെയും ആദരിച്ചോണ്ട് അലങ്കരിച്ചോണ്ട് ഞങ്ങള് ബാറിട്ട് പോവാ. വിളിച്ചോണ്ട് വന്നോണ്ടിരിക്കുകയാണ്. വന്ന വഴിക്ക് വണ്ടി എങ്ങാണ്ട് വണ്ടി വിട്ട്. ഒരു ലിറ്റർ ജവാര് വേണ്ടിട്ട് ഇങ്ങ വാടാ വാടാ വാടാ, വണ്ടി ഉണ്ടോ? പുറകെ വന്നതാ സ്ഥലല്ലേ, എടുത്തിട്ട് വരാം. നറുക്കെടുപ്പില് ഏറ്റവും മാർക്കട മാർക്കട മാർക്കട. മനൊന്ന് കാണിച്ചതല്ലേ? അതടിച്ച സമ്മാനം. ഈ സന്തോഷ നിർഭര സമയങ്ങളിൽ താങ്കൾക്ക് എന്താ പറയാനുള്ളത്? അല്ലേ, മദ്യം അടിക്കരുത്, മദ്യം വിഷമാണ്. ഒരു അപരാധം നീ ഇതുവരെ ഞങ്ങൾക്ക് ചെയ്തിട്ടില്ല. ഈ ശരി കച്ചോടാ, നീ അറിയാണ്ട് അറിയാം. നിന്നെ കൊണ്ട് ഒരു ഉപകാരമില്ല, പുല്ലിനോ പുതുവിനോ ഒരു ഉപകാരമില്ല. പക്ഷെ എന്നിട്ട് നീ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി 10 രൂപ കയ്യിലാണ് ഞങ്ങൾക്ക് വേണ്ടി നേടി നിരത്തി തന്ന സാധനം ഒന്ന് കാണിച്ചു കൊടുത്ത്. ഏടാ എന്റെ ചങ്ക് ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടു തന്ന 1 ലിറ്റർ ജവാൻ എന്റെ പേര് ഞാൻ ഒരു ക്ലിപ്പ് എഴുതിട്ടുണ്ട്. കളി കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ സത്യം. ഞാൻ എന്റെ കൂട്ടുകാരെ വെച്ച് ഞാൻ പറയാം, ഇവരെ കൊണ്ട് എന്റെ കൂട്ടുകാരെ വെച്ചിട്ട് ഞാൻ എന്റെ കാര്യം പറയാം. ഇവനെ കൊണ്ട് ഒരു ഉപകാരമില്ല. പക്ഷെ ഇന്ന് ഇവൻ ചെയ്ത് ഈ ഉപകാരമില്ലേ, ഞാൻ 60 കൊല്ലം ഞാൻ ഓണം കൂടിയാല് ഞാൻ മറക്കില്ല. എന്നെ കൊണ്ടുപോകണോ അവന്റെ ജോണെ പിന്നെ ഫോട്ടോ പിടിച്ചേ. എന്റെ ചങ്ങിന്റെ നല്ലൊരു ചിരി വിട്ടാ തിരിച്ചടാ. ഞങ്ങൾക്കിട്ട് ഞങ്ങളെ സമ്മാനം മുത്താണ്. റെഡി പിടിച്ചിട്ടുണ്ടോ നോക്കിയാ നീ പോക്കണം. സമ്മാനം കിട്ടാ
ഈ അസുലഭ നിമിഷത്തിൽ താങ്കൾക്ക് എന്നാ പറയാനുള്ളത്? അതൊന്നും പറഞ്ഞു തന്നെ പറയാനുള്ളൂ. മദ്യം അടിക്കരുത്. വിഷമാണ്. സാധനം കിട്ടിയത് അല്ല ആദ്യം വെച്ചു പറയാലും ചിലപ്പോ ഞാൻ തെറ്റാ. ഇത് നല്ലതാണ്. ഇങ്ങനെ വിളിക്കണേ മാട്ടി എന്ത് അടുത്തില്ല മമ്മൂഞ്ഞ് അവൻ ഒരു ലിറ്റർ ജവാൻ അടിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ പറഞ്ഞത് വണ്ടി ഇറങ്ങാന്ന് പറഞ്ഞു. അയ്യോ അതിന് ഓളം തന്നെ ആയിപ്പോട്ടോ. കാഷ്വലി ഈറ്റിംഗ് കപ്പലണ്ടി. ഒരു ലിറ്റർ 12 പേരാ എല്ലാരും വിളിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു അര മേടിച്ച് ഇത്ര ഉള്ളൂ. എന്ത് ചെയ്യുന്നു പൈസ ഇല്ല ചെയ്ത് പറഞ്ഞിരിക്കാം. അവിടെ നമ്മൾ ചോദിക്കും മാറ്റിയോടെ മാറ്റി മാട്ടിക്ക് നാലടിച്ച് നമ്മൾ 1 ലിറ്റർ ജവ അടിച്ചെടുത്ത് ഒക്കെ കട്ടിന് വണ്ടി അതെന്ത് കൂട്ടാണ് 6 മണിക്ക് ഉണ്ടില്ല. ഞാൻ മുണ്ട കൂലി കൊടുക്കും. ജവാനാണ് എനിക്ക് കിട്ടിയേക്കണേ. നീ അബ്ദുൽ കലാമിനെക്കാളും വിലയുണ്ട്. മറ്റേ പുള്ളി കണ്ടോ ഈ ഓണക്കളികൾ സന്തോഷമായിട്ടാ എനിക്ക് ഇപ്പഴാ നിന്നെ കുറിച്ച് അഭിമാനം തോന്നുന്നു. അഭിമാന നിമിഷം പേര് നാട്ടിൽ മൊത്തം നല്ല പേരായി. ഇതൊരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കണത്. ഇതിനേക്കാണ് 1ാം സമ്മാനം അടിച്ചേക്കണ. ചുമ്മാ 50 സമ്മാനം ഒന്നുമല്ല. ജവാന അടിച്ചത് രക്ഷപ്പെടുന്ന രീതിയിലൊരു സൗഭാഗ്യം അത് ഈ ഓണത്തിന്റെ അന്ന് കിട്ടിയില്ല എന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ട്. അതുകൊണ്ട് കേരള ഫയർഫോഴ്സിനും ഈ പെഗ് അടിച്ച് ഞാൻ ഈ പരിപാടിയുടെ ആദ്യം നിർത്തിക്കുന്നില്ല. പെഗ് അടിക്കാൻ ഉദ്ഘാടനം ചെയ്യാണ്. ഇന്നലെ പറഞ്ഞിട്ടൂടെ പോയതാ നമുക്ക് വൈകുന്നേരം കൂടാതെ. അതിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കേട്ടോ ആരും കണ്ടോ മാസ്പുരി കഴിച്ചേ കളിയാട്ടം തിങ്ങിയ ഫോൺ കിട്ടി ഇയാളതേ ഒന്നുമില്ല. ഇയാളെ വിളിക്കട്ടാ. എല്ലാ ഇന്ത്യയിലും ഉണ്ട്. സെറ്റാ